നബീസ ഷരീഫ എന്ന സഹോദരിയുടെ ശരീരസുഖം അല്ലാഹു ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. ദീർഘായുസ് നൽകുമാറാകട്ടെ. കുടുംബത്തിൽ ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ബർക്കത്തുകളും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഈ സ്ഥാപനത്തിലേക്ക് ചെയ്ത സദഖയുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ബിൻഷ എന്ന സഹോദരിയുടെ കുടുംബത്തിൽ അല്ലാഹു ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ. ശരീരത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. ദീർഘായുസ്സും എല്ലാവിധ ഖൈറുകളും സുഖപ്രസവവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷാജഹാൻ ചെപ്പഴന്തി അല്ലാഹു അദ്ദേഹത്തിന്റെ മകൾ ഷാനിഫ മരണപ്പെട്ടിട്ട് 6 വർഷം തികയുകയാണ്. ആ കബറിടം അല്ലാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നോക്കത്താ ദൂരത്തോളം വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മണ്ണറ മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും ഞങ്ങളെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരാക്കി മാറ്റുമാറാകട്ടെ. പിരപ്പങ്കോട് ഫാത്തിമ എന്ന സഹോദരിയുടെ സഹോദരന്റെ വിവാഹമാണ്. അല്ലാഹു ഹൈറാക്കി കൊടുക്കുമാറാകട്ടെ. ഇണകൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ ഐക്യം പ്രദാനം ചെയ്യും. അവരുടെ ദാമ്പത്തിക ജീവിതത്തിൽ സ്വാലിഹായ സന്താനങ്ങളെ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഒരു കോട്ടവും കൂടാതെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. വാളക്കാട് റോയൽ ബേക്കറിയുടെ മരണപ്പെട്ട മുതലാളിക്ക് വേണ്ടിയും മാതാവിന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയും അല്ലാഹു ആ മരണപ്പെട്ടു പോയ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. രോഗിയായി കിടക്കുന്ന സഹോദരന് അല്ലാഹു എല്ലാവിധ ശമനവും കൊടുക്കുമാറാകട്ടെ. ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കമ്പനി പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് അല്ലാഹു നയിക്കുമാറാകട്ടെ. തൊഴിലാളികൾക്ക് അഭിവൃദ്ധി നൽകുമാറാകട്ടെ. ബിസിനസ്സിൽ അല്ലാഹു പുരോഗതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അഞ്ചാലപ്പൂട് മുഹമ്മദ് ഷാഫി എന്ന സഹോദരൻ അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്മായിൽ കുഞ്ഞ് മരണപ്പെട്ടിട്ട് 4ാമത്തെ ആണ്ടാണ് റബ്ബേ. മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ അല്ലാ. ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ റബ്ബേ. 6 അടി നീളത്തിൽ കുഴിക്കപ്പെട്ട് 3 അടി ആഴത്തിൽ തീർക്കപ്പെട്ട 1.25 അടിയിലുള്ള പുള്ളക്കുഴിക്കുള്ളിൽ വെക്കപ്പെട്ട മയ്യത്തിന്റെ അവസ്ഥ നീയല്ലാതെ മറ്റാരും അറിയില്ല നാഥ. അല്ലാഹുവേ, ആ കബറിടത്തിലേക്ക് വരുന്ന മുൻകറിനും നകീറിനും അവിടത്തെയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ അല്ലാഹുവേ ഈ സഹോദരന് നീ തൗഫീഖ് നൽകണേ അല്ലാ. പാറ്റൂർ ഷീബ അല്ലാഹുവേ, ഷീബ ഷിബി എന്ന ഈ സഹോദരങ്ങളുടെ മാതാവ് സുബൈദ ബീവി പടച്ച തമ്പുരാനെ 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നിന്ന് മരണപ്പെട്ടു പോയതാണ് റഹ്മാനെ. മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ റബ്ബേ. ഇരുളറ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാവിധ ഖൈറുകളും നീ ചൊരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ആ മണ്ണറ നീ മണിയറയാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, എല്ലാവിധ നിഅമത്തും നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. കന്യാകുമാരിയിൽ നിന്നും ബാദുഷാ എന്ന സഹോദരന്റെ 9 മാസം പ്രായമായ മകന് ഹാർട്ട് 2 ഹോളുണ്ട് തമ്പുരാനെ. ആ പൊന്നുമോന് നീ ആരോഗ്യം പ്രദാനം ചെയ്യണേ റബ്ബേ. 8 പൊട്ടും തിരിയാത്ത 9 മാസം മാത്രം പ്രായമായ ദുന്യാവെന്തെന്നറിയാത്ത റബ്ബേ, പാപമെന്തെന്നറിയാത്ത നാവുകൊണ്ട് സംസാരിക്കാത്ത ഉപ്പയെ തിരിച്ചറിയാത്ത ഉമ്മയെ തിരിച്ചറിയാത്ത റബ്ബേ, നിന്റെ സഹായമല്ലാതെ മറ്റൊരു സഹായവും ഇല്ലല്ലോ അല്ലാ. നീ ഷാഫിയാണല്ലോ അല്ലാ, നീ കാഫിയാണല്ലോ റബ്ബേ. ശിഫാ നിന്റെ ഔദാര്യമാണല്ലോ തമ്പുരാനെ. അല്ലാഹുവേ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പൊന്നുമോൻ ഇസ്മായിൽ നബിയെ രക്ഷിച്ച നാഥാ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിച്ച നാഥാ, യൂനുസ് നബിയെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷിച്ച നാഥാ, എത്ര മാരകമായ രോഗമാണെങ്കിലും നീ വെച്ചാൽ, നീ ഉദ്ദേശിച്ചാൽ നീ ഷാഫിയാണ്, നീ കാഫിയാണ്, നിനക്ക് മേലെ അധിപനില്ലല്ലാ.
നിനക്ക് മേലെ ഉടമസ്ഥാവകാശമില്ല റബ്ബേ. നീ കാരുണ്യമുള്ളവനാണ്, നീ കൃപയുള്ളവനാണ്, നീ ഗഫൂറാണ്, നീ വദൂദാണ് അല്ലാഹ്. ഈ പൊന്നുമോന് ഈ സ്ഥാപനത്തിലേക്ക് എത്തിയിട്ട് സഹായം കൊടുത്തിട്ട് ദുആ വസിയത്ത് ചെയ്തെങ്കിൽ റബ്ബേ ആ ഹാർട്ടിന്റെ എല്ലാ രോഗങ്ങളും മാറ്റിയിട്ട് അല്ലാഹുവേ ആ കുഞ്ഞിനെ ഈ ഭൂമുഖത്തേക്ക് ആഫിയത്തോടെ ദീർഘായുസ്സോടെ നിലനിർത്തിക്കൊണ്ട് നാഥാ എക്കാലവും ജീവിക്കാൻ ഒരു സ്വാലിഹായ മകനാക്കി മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ അതുപോലെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത അവന് മഞ്ചേരിയിൽ നിന്ന് നബീസ, അല്ലാഹുവേ നബീസ എന്നും ഷരീഫ എന്ന സഹോദരിയുടെ ശരീര സുഖത്തിനും ദീർഘായുസ്സിനും വേണ്ടി കുടുംബൈശ്വര്യത്തിനും വേണ്ടി ദുആ വസിയത്ത് ചെയ്തിരിക്കുന്നു അല്ലാഹ്. നിനക്കറിയുമല്ലോ റബ്ബേ അവരുടെ ശരീരത്തിന് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ റബ്ബേ. ബലാ മുസീബത്തുകൾ നീക്കണേ അല്ലാഹ്. അല്ലാഹുവേ രോഗം വെക്കുന്നവൻ നീയാണ് അല്ലാഹ്. ശിഫാഉം നിന്നിലാണ് അല്ലാഹ്. നിന്നോടല്ലാതെ ചോദിക്കാൻ മറ്റാരോടാണുള്ളത് റബ്ബേ. നിന്നോട് ചോദിക്കുന്ന തേട്ടത്തെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ്. അതുപോലെ ഫാത്തിമ എന്ന സഹോദരി അവന മഞ്ചേരിയിൽ നിന്ന് അല്ലാഹുവേ ഗർഭിണിയാണ് റഹ്മാനെ. അല്ലാഹുവേ കത്തിവെക്കാതെ സുഖപ്രസവം നൽകണേ അല്ലാഹ്. സ്വാലിഹായ ഒരു സന്താനത്തെ കൊടുക്കണേ റബ്ബേ. നീ ബുദ്ധിമുട്ടിലാക്കല്ലേ അല്ലാഹ്, നീ പ്രയാസത്തിലാക്കല്ല റഹ്മാനെ, കഷ്ടതയിലാക്കല്ല റബ്ബേ. ബിഹഖി സയ്യിദുൽ കൗനൈൻ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنت السلام ومنك السلام إليك رجع السلام. حينا ربنا دار السلام. تباركت ربنا وتعاليت وتعظمت يا ذا الجلال والإكرام. إنك تقضي ولا يقضى إنه لا يذل من طاليت ولا يعز من ناديت. تباركت ربنا وتعاليت وتعظمت يا ذا الجلال والإكرام. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. أرحم الراحمين يا الله
കരുണയുള്ള രക്ഷിതാവേ, കൃപയുള്ള റഹ്മാനെ, നിന്റെ ദർബാറിലേക്ക്, നിന്റെ അർശിങ്കിലേക്ക്, നിന്റെ ലൗഹിലേക്ക്, നിന്റെ ആകാശ സീമയിലേക്ക്, നിന്റെ പ്രവിശാലമായ ലോകത്തിലേക്ക് സാധുക്കളായ ഞങ്ങൾ ഈ മഗ്‌രിബ് നമസ്കാരാനന്തരം നിന്റെ സീമി മസ്ജിദിൽ ഒരുമിച്ച് കൂടി നിന്റെ പരിശുദ്ധമായ ഖുർആൻ, നിന്റെ കലാം ഞങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി അനേകായിരം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി റബ്ബേ. സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്തതുണ്ടല്ലാ, കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട് ചെയ്തതുണ്ടല്ലാ, അല്ലാഹുവേ അറിഞ്ഞിട്ട് ചെയ്തതുണ്ടല്ലാ, അറിയാതെ ചെയ്തു പോയതുണ്ട് റബ്ബേ, കണ്ടിട്ട് ചെയ്തതുണ്ടല്ലാ, കേട്ടിട്ട് ചെയ്തതുണ്ടല്ലാ, മനസ്സുകൊണ്ട് ചിന്തിച്ചതുണ്ട് റഹ്മാനെ. അങ്ങനെ ഒട്ടനവധി പാപങ്ങളാൽ മനസ്സ് കരുത്ത് കരിവാടിച്ചു പോയി റബ്ബേ. പാപങ്ങൾ പൊറുക്കുന്നവനാണല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ വദൂദാണല്ലോ അല്ലാ, നീ ഫത്താഹാണല്ലോ അല്ലാ, നീ റസാഖാണല്ലോ അല്ലാ, നീ ഖഹാറാണല്ലോ അല്ലാ, നീ ദയ്യാനാണല്ലോ അല്ലാ. അല്ലാഹുവേ, ദയയും കൃപയും മഗ്ഫിറത്തും നിന്റെ അരികിലാണല്ലോ അല്ലാ. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയും ഇല്ലല്ലോ റബ്ബേ, നിന്റെ അരികിലേക്കല്ലാതെ ഞങ്ങൾക്ക് നീട്ടാൻ മറ്റാരുണ്ടല്ലാ. എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഞങ്ങളുടെ ഗുരുവര്യന്മാരുടെയും ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുടെയും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെയും അല്ലാഹുവേ എല്ലാ വലുതുമായ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ റഹ്മാനെ, രോഗശിഫയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തവരുണ്ടല്ലോ. ഒരു പൊന്നുമോന്റെ ഹൃദയത്തിന് അല്ലാഹുവേ 2 മോള് വേണമെന്ന് കാണാൻ കഴിഞ്ഞു റബ്ബേ, അറിയാൻ കഴിഞ്ഞു റബ്ബേ. അല്ലാഹുവേ, ആ പൊന്നുമോന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, തിരുവനന്തപുരം RCC സെന്ററിൽ അല്ലാഹുവേ വയോധികയായ ഒരു മാതാവ് റബ്ബേ ക്യാൻസർ എന്ന രോഗം പിടിച്ചിട്ട് വേദന കൊണ്ട് പിടഞ്ഞിട്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ടല്ലോ. ഖൈറാണെങ്കിൽ നീ ശിഫാ നൽക് റബ്ബേ, ഇല്ലെങ്കിൽ അല്ലാഹുവേ നീ നിന്റെ വിധി നടപ്പിലാക്കണേ അല്ലാ. അതുപോലത്തെ മാരകമായ ഒരു രോഗവും ഞങ്ങളിലോ ഞങ്ങളുടെ മക്കളിലോ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളിലോ അല്ലാഹുവേ കുടുംബാദികളിലോ ഞങ്ങളുടെ മാതാപിതാക്കളിലോ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിലോ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയവരിലോ അല്ലാഹുവേ നീ തന്നു പരീക്ഷിക്കല്ല റബ്ബേ. ക്യാൻസർ തരല്ലേ അല്ലാ, അൾസർ തരല്ലേ അല്ലാ, ഷുഗർ തരല്ലേ അല്ലാ, പ്രമേഹ രോഗം തരല്ലേ അല്ലാ, കീറി മുറിക്കുന്ന ഒരു രോഗവും തരല്ലേ റബ്ബേ. കടങ്ങൾ കൊണ്ട് വലയുന്നവർ, കടബാധ്യത തീരാൻ വേണ്ടി ദുആ വസിയ്യത്ത് ചെയ്തവരുണ്ടല്ലോ, അതിനുള്ള വഴികൾ നീ തുറക്കണേ അല്ലാ. ഈ വിനീതനടക്കം ഒരുപാട് ബാധ്യതയിൽ പെട്ടിരിക്കുന്നു റബ്ബേ, കടക്കാരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, കലിമ ചൊല്ലാത്തവനായ നിലയിൽ, ഹക്കടപാടുകൾ ചൊല്ലാത്തവനായ നിലയിൽ, ാത്ത അവസ്ഥയിൽ ആരുടെ പോലും ബാധ്യതയിട്ടുകൊണ്ട് നീ മടക്കി വിടുക്കല്ലേ. അങ്ങനെയുള്ളവന്റെ മയ്യത്ത് നിസ്കാരത്തെ തൊട്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മാറി നിന്നിട്ടുണ്ടെങ്കിൽ നാഥാ, എല്ലാ ബാധ്യതകളും തീർക്കാനുള്ള അവസ്ഥ നീ തരണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തിന് വളർത്തണേ റബ്ബേ, ഇതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും നീ പൂർണ്ണതയിൽ എത്തിക്കണേ അല്ലാ. ഇവിടുത്തെ സേവകര്, സാധുമീങ്ങള്, ജോലി ചെയ്യുന്നവര്, വസിക്കുന്ന മക്കള്, എല്ലാവർക്കും എല്ലാ ഹൈറുകളും ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്ന മക്കളുണ്ട് റബ്ബേ, ഭർത്താക്കന്മാരുണ്ടല്ലോ, കൂട്ടുകുടുംബാദികളുണ്ട് റബ്ബേ.
ഹൈറായ ജോലികൾ നീ സ്ഥിരപ്പെടുത്തി കൊടുക്കണേ റബ്ബേ. അതിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. നന്മ നിറക്കണേ റബ്ബേ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീ നീക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മഹദ് ഫളിൽ കൊണ്ട്, നിന്റെ മഹദ് ഫളിൽ കൊണ്ട്, നിന്റെ മഹദ് ഫളിൽ കൊണ്ട് റബ്ബേ, ഒരുപാട് പരീക്ഷണങ്ങളിലാണ് അല്ലാഹ്. ഈ സ്ഥാപനത്തിനെ സഹായിക്കുന്നവർ, നാളിതുവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ, അല്ലാഹുവേ, നിന്റെ വൃത്തിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബേ. നീ കരുണ ചെയ്യണേ അല്ലാഹ്, നീ കൃപ ചെയ്യണേ റബ്ബേ. എല്ലാ തടസ്സങ്ങളും മാറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരുണ്ട് റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലോ, പ്രയാസം അനുഭവിക്കുന്നവരുണ്ടല്ലോ. അതിനു വേണ്ടി ഒന്നുമില്ലാതെ അവിടെ നിൽക്കാൻ, ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. നീ കനിയണേ അല്ലാഹ്, നീ കൃപ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളും ഹാഫിദീങ്ങളും ഹാഫിദത്തുകളും ആക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ജനാസ കുളിപ്പിച്ച് അത് പരിപാലിച്ച് പള്ളിയിലെത്തി ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. കൂലിക്ക് ആളെ എടുത്ത് ചെയ്യിക്കുന്ന ഒരവസ്ഥ എത്തിക്കല്ലേ റബ്ബേ. ഞങ്ങൾ കബറിടത്തിൽ കിടക്കുമ്പോ ഞങ്ങളുടെ കബറിന്റെ ചാരത്തായി എത്തിക്കൊണ്ട് അസ്സലാമു അലൈക യാ അബീ വ ഉമ്മി എന്ന് സലാം പറയുന്ന മക്കളാക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ആഖിബത്ത് നന്നാക്കി തരണേ റബ്ബേ. നിസ്കരിച്ച് നോമ്പ് നോക്കി അവസാനം ഫാനിന്റെ ലീഫിലോ കക്കൂസിന്റെ വെന്റിലേഷനിലോ ആടി അമരുന്ന അവസ്ഥ തരല്ലേ റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ യതീമുകളാക്കല്ലേ അല്ലാഹ്. ഭാര്യമാരെ വിധവകളാക്കല്ലേ റബ്ബേ. ഉപ്പയെന്ന് വിളിക്കുന്ന വാഗൊണ്ട് കൊച്ചുപ്പാന്നും, ഉമ്മയെന്ന് വിളിക്കുന്ന വാഗൊണ്ട് കൊച്ചുപ്പാന്നും വിളിക്കുന്ന അവസ്ഥ നീ തരല്ലേ റഹ്മാനേ. അല്ലാഹുവേ, എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടു നെറ്റിത്തടം കൊളുകളാ ഉയർത്ത് സന്തോഷത്തോടെ വിട പറയാൻ നീ തൗഫീഖ് തായേ അല്ലാഹ്. അറുക്കപ്പെട്ട മൃഗങ്ങൾ മുക്രശ്വാസം വലിക്കുന്നത് പോലെ വലിച്ച് ഗുണം കെട്ട് മരിക്കുന്ന അവസ്ഥ നീ തരല്ലേ റബ്ബേ. അല്ലാഹുവേ, ലക്ഷോപലക്ഷം ഹാജിമാർ ഹജ്ജിനായി പുറപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, അടുത്ത വർഷമെങ്കിലും മഖ്ബൂലായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പരിശുദ്ധമായ ദുൽഹജ്ജിന്റെ 9 അന്ന് മുതൽ 5 നാളുകൾ പരിശുദ്ധമായ അറഫയിലും മിനയിലും മുസ്തലിഫയിലുമായി കഴിഞ്ഞുകൂടാ മഖ്ബൂലായ ഹജ്ജ് നിർവഹിക്കാൻ പടച്ച റബ്ബേ, ലക്ഷോപലക്ഷം ഹാജിമാർ അറഫ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോ ജബലുർ റഹ്മക്ക് താഴിലായി പ്രവാചകൻ നിന്ന് പ്രസംഗിച്ച ഹജ്ജത്തുൽ വിദാഇന്റെ വേളയിൽ സംസാരിച്ച ആ ദുൽഹജ്ജ് 9 ളുഹറിന്റെ അന്ന് തുറക്കുന്ന മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചുകൊണ്ട് അറഫയിൽ സമ്മേളിക്കാൻ ഈ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് തായേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാത്തവരായ നിലയിലോ അല്ലാഹുവേ, ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തെ കാര്യമായ നിർബന്ധമായ ഹജ്ജ് നിർവഹിക്കാതെ ഞങ്ങളെ നീ മടക്കി വിളിക്കല്ലേ അല്ലാഹ്. നീ മടക്കി വിളിക്കല്ലേ റബ്ബേ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ വിനീതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അമാനി സംഘത്തെ നീ സ്വീകരിക്കണേ റബ്ബേ. ഉംറ ഗ്രൂപ്പിന് നീ ഖിയാമത്ത് നാൾ വരെ ഒരു കോട്ടവും കൂടാതെ നീ നിലനിർത്തണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്റെ പൊന്നാര റസൂലുള്ളാഹിന്റെ ഹുജ്റ ശരീഫിലെത്തിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ നീ തൗഫീഖ് തായേ അല്ലാഹ്. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ റബ്ബേ. ربنا لا تردن أيدينا خائبين بسبب ذنوبنا يا رب العالمين وبحق سيد الكونين
والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد